2024 ക്വാണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഫിക്സ്ഡ് ടു എൻഷുർ 40% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. വൈ? ബിക്കോസ് നമുക്കിവിടെ എന്താ കിട്ടേണ്ടത്? 40% പ്രോഫിറ്റ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്ന്, എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുക അല്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് വാങ്ങിയ വില. സെല്ലിംഗ് പ്രൈസ് എന്താണ്? അത് നമ്മൾ വിൽക്കുന്ന വില, CP SP. സോ അപ്പോൾ ഞാൻ ഇതിൻ്റെ CP, അതായത് ഇത് വാങ്ങിയ വില ഞാൻ X ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? ഇവിടെ പറയുന്നത് എന്താണ്? 40% പ്രോഫിറ്റ് നമുക്ക് വേണമെന്നാണ് അല്ലേ? 40% പ്രോഫിറ്റ് വേണമെങ്കിൽ എന്താ മീനിങ്? എക്സാമ്പിൾ, ഞാൻ 100 റുപ്പീസിന് ഒരു സാധനം വാങ്ങിയെങ്കിൽ ഇതെൻ്റെ CP ആണ്. അപ്പോൾ എനിക്ക് 40% പ്രോഫിറ്റ് വേണമെങ്കിൽ എന്താ ചെയ്യണം? ഞാനിത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഞാനിത് 140 രൂപയ്ക്ക് വിൽക്കണം. എന്നാലേ ഇവിടെ എന്ത് കിട്ടുള്ളൂ നമുക്ക്? 40 ആണ് ഇവിടുത്തെ പ്രൈസ് ഡിഫറൻസ് അല്ലേ? 40 റുപ്പീസ്. ഈ 40 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100ൻ്റെ 40% ആണ് അല്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. സോ അപ്പോൾ CP X ആണെങ്കിൽ നമുക്ക് SP എത്രയാക്കി എടുക്കാം? SP നമ്മൾ CP ഇവിടെ 100% ആണെങ്കിൽ SP എന്തായിരിക്കണം? 140% ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്? 1.4x ആക്കി എടുക്കുകയാണ്. ഓക്കെ, സോ ഇതിന് 1.4x ആയി. ഓക്കെ, സോ CPയും SPയും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് ബാക്കി വായിച്ചു നോക്കാം. ഇഫ് ദ പ്രൊഡക്റ്റ് ഹാഡ് കോസ്റ്റ് 40% less and had been sold for 5 rupees less, then the resulting profit would have been 50%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് കേസാണ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? നമ്മുടെ പ്രോഫിറ്റ് 40% ആണ്. ഡസൻറ്റ് മാറ്റർ. ഇനി വേറൊരു കാര്യം പറയുകയാണ് ഇവിടെ. അവർ പറയുകയാണ് ഒരു പുതിയ കോസ്റ്റ് പ്രൈസിൽ വിൽക്കുകയാണ്. അതായത് ഒരു പുതിയൊരു കോസ്റ്റ് പ്രൈസ്, പുതിയ കോസ്റ്റ് പ്രൈസ് ന്യൂ CP. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് ഇവിടെ? ഇപ്പോൾ 40% ലെസ്. അതായത് നമ്മൾ ആദ്യം എത്രയാണോ വാങ്ങിയത് Xനല്ലേ? യെസ്. ഇപ്പോൾ നമ്മൾ അതിനേക്കാളും 40% ലെസ്. അതായത് നമുക്ക് എന്ത് പറയാം? 40% എന്ന് പറഞ്ഞാൽ എന്താണ്? 0.4x ആണ് അല്ലേ? അപ്പോൾ ഈ X നമുക്ക് 0.4x കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താ ബാക്കി കിട്ടുക? 0.6x. അപ്പോൾ നമ്മുടെ പുതിയ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 0.6x. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സെല്ലിംഗ് പ്രൈസ് നമുക്ക് നോക്കാം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 5 റുപ്പീസ് ലെസ് അല്ലേ? അപ്പോൾ നേരത്തെ വിറ്റ് എത്രയാണ്? 1.4xനാണ് അല്ലേ? അതിനേക്കാളും 5 റുപ്പീസ് ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, 1.4x - 5. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്? പുതിയ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ പുതിയ സെല്ലിംഗ് പ്രൈസ് 1.4x - 5 എന്നാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതാം ന്യൂ SP എത്രയാണ്? 1.4x - 5 അല്ലേ? ഇത് എന്താണ്? നമ്മുടെ കോസ്റ്റ് പ്രൈസിനേക്കാളും എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്? 50% ആണല്ലേ? അപ്പോൾ നമ്മൾ 40%ന് 1.4x എന്ന് എടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ 50% എക്സ്ട്രാ ആക്കി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 1.5x അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദറ്റ് ഈസ് ഇവിടെ എഴുതാം 1.4x - 5 ഈസ് ഈക്വൽ ടു എന്താണ്? 50% മോർ ആണല്ലേ? അപ്പോൾ 50% 1.5x ഇൻറ്റു നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 0.6x. 0.6. ഓക്കെ, സോ അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? 1.4x - 5 ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x എന്ന് കിട്ടും. 0.9x എന്ന് കിട്ടും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1.4x - 0.9x ഈസ് ഈക്വൽ ടു, ഈ -5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +5 ആവും അല്ലേ? 5. അപ്പോൾ 1.4 - 0.9 എത്രയാണ്? ഇറ്റ്സ് 0.5 റൈറ്റ്? സോ 0.5x ഈസ് ഈക്വൽ ടു 5. Therefore x ഈസ് ഈക്വൽ എന്ത് ചെയ്യാം? 5 ഡിവൈഡ് ബൈ 0.5. 5 ഡിവൈഡ് ബൈ 0.5 എത്രയാണ്? If you don't know, just multiply above and below with 10. So it becomes 50/5.
വാട്ട് ഈസ് 50/5? ദറ്റ് ഈസ് 10. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് എന്താക്കി എടുത്തത് 10 ആണ് എടുത്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുക എന്താണ് 10 ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലേ. അപ്പോൾ ഇതാണോ ആൻസർ? അല്ല. കാരണം എക്സ് എന്താണ് ഇവിടെ? CP ആണ്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എന്തായാലും നമ്മുടെ CAT എക്സാംസിന് ഉണ്ടാവും. സോ അതിൽ ചെന്ന് ട്രാപ്പിൽ വീഴാതിരിക്കുക. സോ എന്താണ് ഇവിടെ? കോസ്റ്റ് പ്രൈസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണല്ലേ. സോ നമുക്കറിയാം ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് അറിയാമെങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? 1.4x ആണല്ലേ. അപ്പോൾ എന്താണ്? സോ SP ഈസ് ഈക്വൽ ടു വാട്ട്? 1.4x. ദാറ്റ് ഈസ് വാട്ട്? 1.4 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? 10 അല്ലേ. അപ്പോൾ എന്താണ്? 1.4 ഇൻറ്റു 10 ദാറ്റ് ഈസ് 14. ഓക്കെ, സോ ദ ആൻസർ ഈസ് എന്താണ്? 14. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? B ആണ് കേട്ടോ. B ഈസ് ദ റൈറ്റ് ആൻസർ.